റോസ് കൂടാനായിട്ട് നമുക്ക് DAP വളം അനിവാര്യമാണ്. കാര്യം ആ DAP വളത്തിലൂടെയാണ് ഇത്രത്തോളം നിറച്ച് പൂ പിടിക്കാനായിട്ട് റോസിന് ഒരു ടെൻഡൻസി വരുന്നത്. അന്നേരം മാക്സിമം കൊറിയർ വരുന്ന പ്ലാന്റ് ഇളക്കി 2 ദിവസം തണലത്ത് വെച്ച് 3-ാമത്തെ ദിവസം ഈ പ്ലാന്റ് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്തോട്ട് ഈ വള്ളി റോസ് ആയാലും മറ്റു റോസ് ആയാലും ഒക്കെ വെക്കുക. വള്ളി റോസ് നിറച്ച് പൂടിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇത് ഹോയ പൂക്കളാണ്. അത് വിരിഞ്ഞപ്പോൾ നിങ്ങളെന്ന് കാണിച്ചതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇത് ഇലഫിൻ്റെ റാന്തൂറിയത്തിൻ്റെ നമ്മൾ ചെറിയ പ്ലാന്റ് വെച്ച് വലുതാക്കിയ പ്ലാന്റാണ്. സീഡ്ലിങ്സ് പ്ലാന്റ് വെച്ച് വളർത്തിയതാണ്. അതേപോലെ ഇത് ട്രീ ഫേൺ ആണ്. ട്രീ ഫേൺ അത് നല്ല രസമായിട്ട് നമുക്ക് ഇൻഡോർ ഏരിയയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഫേൺ വെറൈറ്റിയാണ്. പന്നൽ ചെടിയുടെ വിഭാഗത്തിൽ വരുന്ന പ്ലാന്റ് ആണ് ട്രീ ഫേൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. വലിയ കെയർ ഇല്ലാതെ നമുക്ക് ഇൻഡോർ സെമി ഷെയ്ഡ് ഏരിയയിലൊക്കെ വയ്ക്കാൻ അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇത് കോമ്പാക്റ്റ് സ്റ്റാർ എന്നറിയപ്പെടുന്ന കലാത്തിയാണ്. പ്ലാന്റിന് 100 രൂപ വിലയുള്ള പ്ലാന്റാണ്. ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. നിറച്ച് ബുഷായിട്ട് കേൾക്കുന്ന പ്ലാന്റ് ആണ്. 100 രൂപയാണ് ഇതിന് വില വരുന്നത്. അതിന് നല്ല ഹെൽത്തി പ്ലാന്റ്. നോക്കി എത്രത്തോളം മൂടുകൾ അതിനകത്തുണ്ടെന്ന്. നമുക്ക് ഒരു ഏരിയയൊക്കെ കവർ ചെയ്യാനായിട്ട് നമുക്കിത് ഉപകാരപ്പെടും. വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല. ചെറിയ വെയിൽ കിട്ടുന്ന ഭാഗത്ത് അങ്ങ് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചട്ടി നിറച്ച് നല്ല തിക്കായിട്ട് ഇതേപോലെ നല്ല പാറ്റേൺ ആയിട്ടുള്ള ലീഫാണ് അതിന് വരുന്നത്. കാണാൻ നല്ല അതിമനോഹരമാണ്. നല്ല ബൾക്കി ആയിട്ട് നിൽക്കണം. പ്ലാന്റ് നല്ല ബുഷായിട്ടിരിക്കണം. ഒരുപാട് തൈ ഇളക്കാതെ ഇതൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടിരിക്കും പ്ലാന്റ്. അതുപോലെ തന്നെ നമ്മൾ റോസിന് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് എല്ലുപൊടി, വെണ്ണക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ജൈവ വളക്കൂട്ടായിട്ട് മിക്സ് ചെയ്ത് വളം മിക്സ് ചെയ്ത് മണ്ണിലാണ് പ്ലാന്റ് വെക്കാനായിട്ട്. ഈ മറ്റുള്ള ചെടിയൊക്കെ ഇതേപോലെ ഇത് നമ്മൾ വേരിഗേറ്റഡ് ആയിട്ടുള്ള പെപ്രോമിയ വെറൈറ്റിയാണ്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പെപ്രോമിയ വെറൈറ്റിയാണ് ഈ ഇരിക്കുന്നത്. നല്ല എന്ന് വെച്ചാൽ ഒരു സെമി ഷെയ്ഡ് ഏരിയയിലൊക്കെ വെക്കാൻ ഏറ്റവും നല്ല ഒരു പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതൊക്കെ കൊറിയർ ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് സ്ട്രിങ് ഓഫ് ടിയർ, അതേപോലെ തന്നെ പേള്, അങ്ങനെയുള്ള വെറൈറ്റീസാണ് ഈ ഇരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇപ്പം കൊണ്ടുവന്ന പ്ലാന്റുകളാട്ടോ. ഇത് ഇപ്പം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് നമ്മളെ നഴ്സറിയിൽ ഇട്ടേക്കുന്നത്. നഴ്സറിയിൽ വന്ന് വാങ്ങുന്നവർക്ക് നമുക്ക് ഒന്ന് കൊടുക്കാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഇതയക്കുമ്പോൾ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതും കൂടെ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. അതാണ് കണ്ടില്ലേ, ഇത് ഇത്രത്തോളം നോക്കി ഇത്ര ചെടിയുണ്ട്. നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ. ഇത് പിങ്ക്വൈനാണ്. പിങ്ക്വൈൻ്റെ പ്ലാന്റ് തന്നെ ആൾക്ക് ഇതിൽ നിന്ന് ഇളക്കി പാക്ക് ചെയ്ത് അയച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും ഫുൾ സെറ്റ് ഇതേപോലെ നിറഞ്ഞ പ്ലാന്റുകൾ ഇവിടെ വന്ന് ഒരുപാട് പേര് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. കാര്യം നല്ല ഡിമാൻഡുണ്ട് പ്ലാന്റ്. പിങ്ക്വൈൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അതേപോലെ ഇംഗ്ലീഷ് ഐവിയുടെ തൈ വന്നിട്ടുണ്ട് വീണ്ടും. ഇത് വലിയ പ്ലാന്റാണ്. ഇംഗ്ലീഷ് ഐവിയുടെ ആ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത പ്ലാന്റാണ്. കാര്യം ഇത് ഇത്രയും വലിയ പ്ലാന്റൊക്കെ കാണുമ്പോഴത്തേക്ക് ആളുകൾ തൈകൾ മേടിക്കാനായിട്ട് ഒരുപാട് പേര് തിരക്കി കിടക്കുന്ന ഒരു പ്ലാന്റാണ് ഇംഗ്ലീഷ് ഐവി. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വെള്ളം ഓവറായിട്ട് വീണാൽ അഴുകിപ്പോകുന്ന പ്ലാന്റാണ്. അതുകൊണ്ട് വെള്ളം കുറഞ്ഞ് വീഴുന്ന ഭാഗത്ത് വേണം പ്ലാന്റ് ഇടാനായിട്ട്. മറ്റുള്ള ചെടിയിലെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അഴുകിപ്പോകാനായിട്ടുള്ളൊരു സാഹചര്യം കൂടുതലാണ്. അന്നേരം വെള്ളം വീഴാതെ ഒരുപാട് വെള്ളം വീഴാത്ത ഒരു ഏരിയയിൽ ചകിരിച്ചോറിട്ട് ഒരു കാരണവശാലും ഇത് നിറയ്ക്കാനും പാടില്ല കേട്ടോ. അതേപോലെ തന്നെ ഇത് ലോറ പെറ്റാല കൊണ്ടുവന്ന കുറച്ച് പ്ലാന്റ്. ഇത് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ ഇത് വേരിഗേറ്റഡ് യുജീനിയാണ്. യുജീനിയയുടെ ഇലയ്ക്ക് 2 നിറത്തിലുള്ള വെരിഗേഷൻ വരുന്ന പ്ലാന്റ്. നല്ല ഭംഗിയാണ്. ഇതാണ് അതിൻ്റെ സാധാ വെറൈറ്റിയുടെ മിനിയേച്ചർ ലൈഫുള്ളതാണ്. അതേപോലെ തന്നെ ഇത് തൂജ പ്ലാന്റ് ആണ്. തൂജയുടെ ചെറിയ തൈയാണ്. നല്ല ഭംഗിയാണ് പ്ലാന്റ് കാണാനായിട്ട്. ഒരു കെയറും ഇല്ലാതെ വർഷങ്ങളോളം നിൽക്കുന്ന പ്ലാന്റാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു 100 ചെടി ഇപ്പം വന്നിട്ടുണ്ട്. സ്പൈഡർ പ്ലാന്റ് എന്നാണ് ഇത് കോമൺലി അറിയപ്പെടുന്നത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. 4 വശത്തോട്ട് ഇതിൻ്റെ ഇല ഇങ്ങനെ സ്പ്രെഡായിട്ട് വരും. പെട്ടെന്ന് തൈ ആവാൻ സാധ്യതയില്ലാത്തൊരു ചെടിയാണ്. അതേപോലെ തന്നെ ഇത് 250 രൂപ വിലയുള്ള മാൻഡിവില്ലയാണ്. മാൻഡിവില്ലയുടെ വൈറ്റ് നല്ല ഹെൽത്തി പ്ലാന്റ്. ക്രീപ്പിംഗ് ഒക്കെ തുടങ്ങി സെറ്റ് അയക്കുന്ന പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ ഈ ലോഡിൽ വന്ന വയലറ്റ് ആന്തൂറിയവും ബ്ലാക്ക് അതായത് ചോക്ലേറ്റ് ഷെയ്ഡുള്ള ബ്ലാക്ക് ആന്തൂറിയവുമാണ് ഈ ഇരിക്കുന്നത്. ഇതിന് നല്ല രസമായിട്ടുള്ള ഒരു 10, 300, 400 ചെടി ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ദാണ്ടെ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡാർക്ക് എന്താ പറയുന്ന ഒരു ചോക്ലേറ്റും അല്ല ബ്ലാക്കും അല്ല, അങ്ങനെ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഒരു ചെറിയൊരു പച്ച നിറം അതിനിടയ്ക്ക് കാണുന്നുണ്ട്. അതേപോലെ നമ്മൾ നമ്മൾ പോളിനേഷനൊക്കെ ചെയ്യുന്ന ആ ഒരു സ്റ്റിക്കിൽ നമുക്ക് നല്ലൊരു പച്ച നിറം, ചെറിയൊരു നേരിയ പച്ച നിറം കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കളർ താണ്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വയലറ്റ് ആന്തൂറിയം നല്ല ഡിമാൻഡുണ്ട്. ഒരുപാട് പേര് തിരക്കി നടക്കുന്ന പ്ലാന്റാണ്. നോക്കി എത്രത്തോളം പ്ലാന്റ് ഇരിക്കുന്നതെന്ന്. നല്ല ഭംഗിയുള്ള വയലറ്റും ഇതേപോലെ തന്നെ ചോക്ലേറ്റ് ബ്ലാക്ക് ആന്തൂറിയം. ഇത് ഈ 2 വെറൈറ്റി നല്ല ഡിമാൻഡായിട്ട് ഇപ്പം വരുന്നുണ്ട്. ഇത് നമ്മൾ നേഴ്സറിയുടെ ഫ്രണ്ടേജിൽ തന്നെ നേരത്തെ പ്ലാന്റ് വെച്ചേക്കുന്നത്. ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ
ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൈകൾ അയച്ചു തരാൻ സാധിക്കും. കാര്യം കളക്ടേഴ്സ് ഒരുപാട് തിരക്കി നടക്കുന്ന സാധനമാണ്. ഈ വയലറ്റ് ആയാലും ഈ ചോക്ലേറ്റ് ബ്ലാക്ക് ആന്തോറിയം ആണെന്നുണ്ടെങ്കിലും ഒരുപാട് കളക്ടേഴ്സ് ചോദിച്ച് തിരക്കി നടക്കുന്ന ഒരു ഐറ്റമാണ്. അന്നേരം മറ്റുള്ള ചെടിയൊക്കെ വളം കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ റോസിനും ഒക്കെ നമുക്ക് കടലപ്പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക്, ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ച് എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് കുറേശ്ശെ നമുക്ക് റോസിനും ആന്തൂര്യത്തിനും അടിപൊളിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് ആന്തൂര്യത്തിനൊക്കെ കിട്ടുമായിട്ട് പൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഓർക്കിഡുകൾക്ക് ഏറ്റവും നല്ലതാണ്. മറ്റുള്ള പൂ പിടിക്കുന്ന ചെടികൾക്കും എല്ലാം നമുക്ക് ഈ കടലപ്പിണ്ണാക്ക്, വേപ്പിണ്ണാക്ക്, ചാണകം മിക്സ് ചെയ്ത് എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ചെടിക്ക് നല്ല ആരോഗ്യം വരാനും പൂ കിട്ടാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മിക്സ്ചറാണ്. അതേപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ എപ്പി പ്രീമിയം പിനാറ്റം വേരിഗേറ്റഡ് ഒരു ചെടി ഇരിപ്പുണ്ട്. അതിൻ്റെ കുറച്ച് തൈകൾ നമ്മൾ കുറേ ആളുകൾക്ക് കൊടുത്തിരുന്നു. അന്നേരം ഇപ്പോൾ ഇതൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര വിലയായിരുന്നു. ഏകദേശം ലക്ഷങ്ങൾ വില ചോദിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ തൈകൾ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റ് കൊടുക്കുന്ന 1000 രൂപ നിരക്കിൽ ചെറിയ പ്ലാന്റ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിച്ച് ഒരുപാട് പേർക്ക് നമ്മൾ കൊടുത്തു. ഒരുപാട് പേര് നമ്മളിവിടെ നഴ്സറിയിൽ വന്ന് വാങ്ങുന്നുണ്ട്. അന്നേരം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയച്ചു വിടാൻ സാധിക്കും. അന്നേരം വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് കൂടി ഇത് ഷെയർ ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക്